I am 2 years younger than that. ഓ ഓക്കെ. അപ്പൊ അത് എന്തിരുന്നാലും 52 54 എന്താണെങ്കിലും അത് റിവേഴ്സ് ചെയ്തിടുന്ന പോലും പ്രായം തോന്നില്ല ചേച്ചി. യു ലുക്കിംഗ് സോ യങ്. ഇത് ഈ ഒരു സീക്രട്ടിന്റെ രഹസ്യം എന്താ? എല്ലാവർക്കും ഇപ്പൊ അതായിരിക്കും അറിയേണ്ടത്. ഹൗ ഡു യു ഇങ്ങനെ മാനേജ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിങ്ങനെ കൊണ്ടുപോണേ സീക്രട്ട്? എനിക്ക് സത്യം ഒരു സീക്രട്ട് ഇല്ല. ഞാൻ പറയുന്നേ, ഐ എം സംബഡി വിത്ത് വെരി മിനിമൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. എനിക്ക് ഐ ബിലീവ് അത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഐ ഫീൽ യുനോ God gives everybody ഒരു nature's made you a certain way unless there is some medical issue, you know. Otherwise I would like to grow age gracefully. And ഓരോരോ wrinkle വന്നപ്പോ ചിലപ്പോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. ഓരോരോ വൈറ്റ് ഹെയർ വന്നപ്പോ ചിലപ്പോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് കളർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഹെയർ ഓഫ് കോഴ്സ്. ബട്ട് ആണാലും ഞാൻ ഐ ഡോണ്ട്, ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തറിയാമോ, ഈ ഒരു ഈ റിങ്കിൾ മാറാൻ വേണ്ടി കുറച്ച് യുനോ ഐ ഫീൽ ദാറ്റ് somehow I feel at the bangi poem. I'd like to be like my grandmother was so lakshanam. Ariya manasalo aishwaryam. Even at 85 she is so beautiful. Adoru enda pariyam oru adu swabhavamana. And at the same time, so what if we have wrinkles alle? I feel അതൊരു ഏജിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ചന്തമായിട്ട് I feel like that. ഓ ഓക്കെ. അപ്പൊ നോ വണ്ടർ ചേച്ചി ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് ആ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ബ്യൂട്ടി അത് തന്നെയാണോ? But and also your genes, this is also very genetic. I can't take any credit. അതെ, adukku vendi oru credit, but I don't abuse my body. So അത്രേ ഉള്ളൂ. That's true. അതുകൊണ്ട് തന്നെ ഇതാണ് ചേച്ചി. ഇപ്പം നമ്മുടെ സിനിമയിലേക്ക് മാറ്റുന്നത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും വളരെ ഏർലി സ്റ്റേജിലാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പീരീഡിലേക്കാണ് മിക്കവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എൻട്രി നായികയായിട്ട് അവർ വരുമ്പോഴത്തെ അവരുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ഏജിലേക്കാന്ന് പറയാം. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒരു നമുക്കൊരു മെച്യൂർ ലെവൽ എത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ ഒരു മെച്യൂരിറ്റി എത്തിയതിനു ശേഷമാണ് എൻ്റർ ചെയ്തത് മൂവിയിലേക്ക്. അപ്പോ അങ്ങനെ, പക്ഷേ ചേച്ചി എത്രയോ നാളായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ഇതിനു മുന്നേയും ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവണം. അപ്പൊ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും ചേച്ചി അപ്പോ നേരത്തെ മൂവിയിലേക്ക് എൻട്രി ചെയ്യാതിരുന്നത്? ഓഫ് കോഴ്സ് കുറെ ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ ജസ്റ്റ് ഡാൻസർ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറെ മോഡലിംഗ് ചെയ്തിരുന്നു. സോ എല്ലാവർക്കും അറിയാം ഇതാരാണ്, എൻ്റെ മുഖം എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവർക്കും അറിയായിരുന്നു ഇത് ഒരു ഡാൻസറാണ്. സോ എനിക്ക് കുറെ വലിയ വലിയ ഡയറക്ടേഴ്സ് തേടി വന്നിട്ടുണ്ട്. ചേച്ചി വളരെ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കണ്ടായിരുന്നു. I was about 8. Around 8-year-old I started. Yes. And so ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ശേഷം 2 years ശേഷം ഞാൻ അറിയണങ്ങളുടെ വീട് ചെയ്തു. അത് മോർ ആസ് എൻ ആഫ്റ്റർ തോട്ട്. കാരണം ഞാൻ വിചാരിച്ചു ബിഫോർ റിഗ്രറ്റിംഗ് നോട്ട് ട്രൈങ് സംതിങ്. പക്ഷെ യു സെഡ് നോ. ഇതിനു മുമ്പേ വേറെ ആൾക്കാർ തമിഴ് ടോപ്പ് ഐ ഡോണ്ട്. ഇപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞാലേ പീപ്പിൾ വിൽ തിങ്ക് ഓ നൗ ഷീ ഈസ് ഡ്രോപ്പിംഗ് നെയിംസ്. Okay, but very very big directors have called. Kannadathile very big directors, Telugu le enakku avar aaru appo namukku if it doesn't matter to you avar aarayal namukku oru joke pole edukkum because you are not going to get in anyway. But ippo enakku nokkumbo etra vele at least maybe oru 40-50 padam. I'm not joking. അത്രയും റിഫ്യൂസ് ചെയ്തിട്ടാണ് പിന്നെയാണ് ഫൺ പ്ലേ സംബഡി വിൽ. പിന്നെ എങ്ങനെയാണ് അറിയന്നങ്ങളുടെ വീട് ചേച്ചിനെ ലോക്ക് ചെയ്തത് അവിടെ? ബിക്കോസ് എനിക്കറിയില്ലായിരുന്നു മലയാളം കേരള എത്ര ഫേമസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. മലയാളം സിനിമ എത്ര ഫേമസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ട്രൈ ചെയ്താലേ ക്വയറ്റ്ലി ഞാൻ ട്രൈ ചെയ്യും. ബാംഗ്ലൂരിൽ എന്റെ ലൈഫ് ഇങ്ങനെ മുൻപോട്ട് പോവും. അങ്ങനെ വിചാരിച്ച് എൻ്റർ ചെയ്തതാണ്. പക്ഷെ ഇത് ലോഹി സാറിന്റേതാണ്. എനിക്ക് മമ്മൂട്ടി സാർ ഒരു വലിയ ആക്ടർ, നാഷണൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് I didn't know about Lohit.